സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു. മുസ്ലിം യുവാക്കൾക്ക് പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്താൽ താടിയും തൊപ്പിയുമുള്ള ഫോട്ടോ ആണ് പാസ്പോർട്ടിന് കൊടുത്തതെങ്കിൽ അവന് പാസ്പോർട്ട് കിട്ടുന്നതിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ വിവിധ തലങ്ങളിൽ മുസ്ലിങ്ങൾ വിവേചനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഒരുപാട് ഉദാഹരണങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഈ വിനീതനായ സഹോദരന് എന്റെ ഒരു പതിറ്റാണ്ട് കാലത്തെ ജയിൽ ജീവിത കാലഘട്ടത്തിലെ ചില കൊച്ചു അനുഭവങ്ങൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. 1998 മാർച്ച് മാസം 31-ാം തീയതി ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1998 ഏപ്രിൽ മാസം ആദ്യവാരത്തിൽ ഞാൻ കോയമ്പത്തൂർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. കോയമ്പത്തൂർ ജയിലിൽ ഞാൻ അടയ്ക്കപ്പെട്ടതിന് ശേഷം 3 മാസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് നൽകപ്പെടാത്തപ്പോൾ ഞാൻ ജാമ്യത്തിനു വേണ്ടി കോടതിയിലിട്ടു. എനിക്ക് ജാമ്യം കിട്ടുമെന്ന ഘട്ടം വന്നപ്പോൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി എനിക്കെതിരെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് ചുമത്തി. ഞാനിത് പറഞ്ഞു വരുന്നത് NSA ചുമത്തിയതിനു ശേഷം NSAക്കെതിരെയുള്ള പോരാട്ടങ്ങളും അതുപോലെ ജാമ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് 2 വർഷത്തിന് ശേഷമാണ് സാധാരണ നിലയിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കണം. 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് തന്നില്ല. 1 വർഷത്തിനുള്ളിലും ചാർജ് ഷീറ്റ് തന്നില്ല. 2 വർഷത്തിന് കഴിഞ്ഞതിന് ശേഷമാണ് ചാർജ് ഷീറ്റ് തരുന്നത്. ചാർജ് ഷീറ്റ് കിട്ടിയപ്പോൾ 14,000 പേജുള്ള ഒരു കെട്ട് ചാർജ് ഷീറ്റ്, 14,000 പേജുള്ള ചാർജ് ഷീറ്റ് മൊത്തം തമിഴ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. തമിഴ് ഭാഷയിലുള്ള ഈ ചാർജ് ഷീറ്റ് തമിഴിലെ ഒരക്ഷരം പോലും വായിക്കാനറിയാത്ത എനിക്ക് തമിഴ് ഭാഷയിലെ ചാർജ് ഷീറ്റ് എങ്ങനെ വായിക്കാൻ പറ്റും? എനിക്കെങ്ങനെ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്താൻ പറ്റും? എനിക്കെങ്ങനെ കേസിനെ പറ്റിയുള്ള ചർച്ചകൾ നടത്താൻ പറ്റും? എനിക്കെങ്ങനെ കേരളത്തിൽ നിന്നുള്ള എന്റെ വക്കീലുമാരായി സംസാരിക്കാൻ പറ്റും? എനിക്ക് ഈ കേസിനെ പറ്റി എങ്ങനെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിലെ വക്കീലുമാരുടെ മുന്നിൽ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് 14,000-ലധികം പേജുള്ള ചാർജ് ഷീറ്റ് എനിക്കെന്റെ മാതൃഭാഷയിൽ തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ ഈ മദ്രാസ് ഹൈക്കോടതി വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ചാർജ് ഷീറ്റ് അല്ലെ ഏതെങ്കിലും തമിഴ് ഭാഷയിൽ നിന്ന് മറ്റേതെങ്കിലും ഭാഷയിൽ കൊടുക്കാൻ കോടതിയുടെ വിധിയുണ്ടോ എന്ന് നോക്കാമെന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് അന്വേഷിച്ചപ്പോൾ വളരെ അടുത്ത് തന്നെ, അതായത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കർണാടകക്കാരനായ ഒരാളെ സേലത്ത് വെച്ച് 2 കോടിയിലധികം രൂപ വിലപിടിപ്പുള്ള മയക്കുമരുന്നുകളുമായി പിടികൂടിയിട്ടുണ്ടായിരുന്നു. ആ 2 കോടിയിലധികം രൂപ വിലപിടിപ്പുള്ള മയക്കുമരുന്നുമായി പിടികൂടിയ കർണാടകക്കാരനായ രവി എന്ന് പറയുന്ന ആളിനെ, ആ സേലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിന് കോടതി ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ തമിഴ് ഭാഷയിലാണ് ചാർജ് ഷീറ്റ് കൊടുത്തത്. അയാളുടെ വക്കീലിനെ കൊണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യിപ്പിച്ചു. എനിക്ക് എന്റെ മാതൃഭാഷയിൽ ചാർജ് ഷീറ്റ് കിട്ടണം. തമിഴ് ഭാഷയിൽ ചാർജ് ഷീറ്റ് തന്നാൽ എനിക്ക് വായിക്കാൻ കഴിയില്ല. എനിക്ക് നിയമപരമായി കിട്ടേണ്ട അവകാശമാണ്, എനിക്കൊരു പ്രതി എന്ന നിലയിൽ എനിക്കുള്ള അവകാശമാണ് എന്റെ ചാർജ് ഷീറ്റ് മലയാളത്തിൽ കന്നഡ ഭാഷയിൽ തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അയാൾ കോടതിയെ സമീപിച്ചു. ആ കോടതി മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് അയാൾക്ക് കന്നഡ ഭാഷയിൽ ചാർജ് ഷീറ്റ് കൊടുക്കാൻ ഓർഡർ ഉണ്ടായി. ആ ഓർഡർ വന്ന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. അതേ കോടതിയിൽ, അതേ ബെഞ്ചിൽ, അതേ ജഡ്ജിയുടെ മുന്നിലാണ് ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തത്. ശ്രീ VR കൃഷ്ണയ്യർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് NT വാനമാമല എന്ന പ്രഗത്ഭനായ കമ്മ്യൂണിസ്റ്റുകാരനായ ലായർ, കൃഷ്ണയ്യർക്ക് വളരെ അടുപ്പവും പരിചയവുമുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ ലായർ, ഞാൻ ജയിലിലിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ആ NT വാനമാമല എന്ന ഏറ്റവും പ്രഗത്ഭനായ MGRന് വേണ്ടി പോലും കോടതിയിൽ ഹാജരായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ തമിഴ്നാട്ടിലെ സീനിയർ അഭിഭാഷകനാണ് എനിക്ക് വേണ്ടി ഹാജരായത്. അദ്ദേഹം ഹാജരായി. ഇതേ ബെഞ്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മറ്റൊരു പ്രതിക്ക് തമിഴ് ഭാഷയിലുള്ള ചാർജ് ഷീറ്റ് കന്നഡ ഭാഷയിലേക്ക് മാറ്റിക്കൊടുത്തിട്ടുണ്ട് എന്ന തെളിവുകൾ മൊത്തം, എന്ന കാര്യം മൊത്തം ആ ബെഞ്ചിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് ചാർജ് ഷീറ്റ് മലയാളത്തിലാക്കി തരണമെന്നും 14,000 പേജ് വരുന്ന ചാർജ് ഷീറ്റിൽ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറയുന്നതെന്ന് അറിയില്ലെന്നും പറഞ്ഞ് വളരെ വ്യക്തമായി കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് അദ്ദേഹം വളരെ ശക്തമായി വാദിച്ചു. പക്ഷേ അവസാനം ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതി എനിക്ക് ചാർജ് ഷീറ്റ് മലയാളത്തിൽ തരുന്നതിനെ നിഷേധിച്ചുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിധി പറയുകയുണ്ടായി. ഇങ്ങനെ
10 കൊല്ലത്തെ ജയിൽ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. മുസ്ലിമായി പോയതിന്റെ പേരിൽ, ദാടി വെച്ചതിന്റെ പേരിൽ, തൊപ്പി വെച്ചതിന്റെ പേരിൽ, പേര് മുസ്ലിമായതിന്റെ പേരിൽ, ഉപ്പാടെ പേര് മുസ്ലിം പേരായതിന്റെ പേരിൽ ഒരു രാജ്യത്ത് നിന്ന്, ഒരു സംസ്ഥാനത്ത് നിന്ന് നാടുകടത്തി മറ്റൊരു സംസ്ഥാനത്തെ കാരിരുമ്പഴിക്കുള്ളിൽ കൊണ്ടുവച്ചിരുന്ന എനിക്ക് നിരവധി തവണ ഇന്ത്യയുടെ നീതിപീഠങ്ങളിൽ നിന്ന് പോലും ഒരു മുസ്ലിം എന്നതിന്റെ പേരിൽ ഞാൻ വിവേചനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് വേദനാപൂർവം പറഞ്ഞുകൊണ്ട് ഈ വിവേചനം ഈ നാട്ടിലെ സാധാരണക്കാരൻ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവൻ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവേചനത്തിന്റെ എത്രയെത്രയോ കഥകൾ നമുക്ക് ഭരണകൂടങ്ങളിൽ നിന്ന്, നീതിപീഠങ്ങളിൽ നിന്ന് നമുക്ക് നിരന്തരം കാണാൻ കഴിയും. മുസ്ലിം സമുദായത്തെ നിരന്തരമായി തീവ്രവാദികളായും പാകിസ്ഥാൻ ചാരന്മാരായും ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കഥകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. നിങ്ങൾ വായിക്കുന്നവരാണ്, എഴുതുന്നവരാണ്, അറിയുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്. എത്രയെത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പാകിസ്ഥാൻ ചാരന്മാരായി ചിത്രീകരിക്കുന്ന അനുഭവങ്ങൾ ഇപ്പോൾ തന്നെ ഏതാനും ദിവസം മുമ്പ് നിങ്ങൾക്കറിയും, തെങ്കാശിയിൽ RSSന്റെ ആസ്ഥാനത്ത് ബോംബ് പൊട്ടുകയുണ്ടായി. RSSന്റെ ആസ്ഥാനത്ത് ബോംബ് പൊട്ടിച്ചത്, ബോംബങ്ങ് പൊട്ടിക്കഴിഞ്ഞ് അടുത്ത നിമിഷം മുതൽ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ മൊത്തം മുസ്ലിം സമുദായത്തിന്റെ മേൽ കുതിര കയറാൻ തുടങ്ങി. വിഷ്വൽ മീഡിയ മുഴുവൻ തമിഴ്നാട്ടിലെ പ്രഗത്ഭനായ അഭിഭാഷകൻ, ക്രിമിനൽ അഭിഭാഷകൻ പാപ്പാ മോഹൻ എന്ന് പറയുന്ന, ഭവാനി മോഹൻ എന്നറിയപ്പെടുന്ന, എന്റെ കേസിൽ എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹവുമായി ആ വിഷയത്തിൽ ഞാൻ നിരന്തരമായി ബന്ധപ്പെട്ടു. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ പിന്നിൽ ഏതോ ഗൂഢാലോചനയുണ്ട്, മുസ്ലിം സമുദായത്തെ മേൽ കുതിര കയറാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ്. അതായത് മാധ്യമങ്ങൾ മൊത്തം ആ സംഭവം നടന്ന ഉടനെ തന്നെ പാകിസ്ഥാന്റെ കൈവരെ അതിൽ കണ്ടുകൊണ്ട് തമിഴ്നാട്ടിലെ മാധ്യമങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും മൊത്തം എഴുതുകയുണ്ടായി. പക്ഷേ തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തുന്നതിന് തയ്യാറായപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഒരൊറ്റ മുസ്ലിമിനും അതിൽ പങ്കില്ലെന്ന് മാത്രമല്ല, RSSന്റെ ട്രെയിനിങ് കിട്ടിയ കേഡേഴ്സാണ് അവിടെ ബോംബ് വച്ചിരിക്കുന്നത് എന്ന് DIG കണ്ണപ്പന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പ്രതികളെ പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ തലേ ദിവസം വരെ തമിഴ് പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും വെണ്ടയ്ക്ക നിരത്തി മുസ്ലിങ്ങൾക്കെതിരെ എഴുതിയവർ പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ അറസ്റ്റ് ചെയ്തതിന്റെ ഫോട്ടോയും വാർത്തയും ഉൾപേജിൽ ഒതുക്കുകയുണ്ടായി. അതുപോലെ കർണാടകത്തിൽ പോലീസ് തന്നെ പറയുന്നു, കർണാടകത്തിലെ വനത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തവർക്ക് പാകിസ്ഥാനുമായി യാതൊരു ബന്ധവുമില്ല, അവിടെ പാകിസ്ഥാന്റെ കൊടി ഉയർത്തി എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പോലീസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ, കേരളത്തിലെ പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ അവിടെ പാകിസ്ഥാനിലെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരും പാകിസ്ഥാന്റെ ഏജന്റുമാരും അവിടെ ആയുധ പരിശീലനം നടത്തി എന്ന നിലയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങളാ. വിനീതനായ ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ പത്രമെടുത്തു നോക്കുമ്പോൾ കാണുന്നത്, കാണ്ഡഹാറിൽ വിമാനം തട്ടിക്കൊണ്ടുപോയതിൽ അബ്ദുൽ നാസർ മഅദനിയെയും വിട്ടയക്കണമെന്ന് കാണ്ഡഹാറിൽ വിമാനം തട്ടിക്കൊണ്ടുപോയ തീവ്രവാദികൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള രാജഗോപാലിന്റെ പ്രസ്താവനയാണ്. രാജഗോപാലിന്റെ പ്രസ്താവനയെ ജസ്വന്ത് സിംഗ് തന്നെ പിന്നെ തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ കൂടുതലായിട്ട് അതിലൊന്നും ചെയ്യേണ്ടി വന്നില്ല എങ്കിലും ആ ഏതാനും ദിവസങ്ങൾ, ആ വാർത്തകൾ വന്ന ദിവസം, അല്ലെങ്കിൽ തന്നെ സേലം ജയിലിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണിഷ്മെന്റ് ജയിലിൽ പുറത്തിറങ്ങാൻ കഴിയാതെ കിടക്കുന്ന എനിക്ക് 2-3 ദിവസക്കാലം പീഡനങ്ങളുടെ പർവ്വമായിരുന്നു ഞാൻ അനുഭവിക്കേണ്ടി വന്നത്. കാരണം കാണ്ഡഹാറിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയ വിമാനത്തിന് വിട്ടയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട പ്രതികളുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ. അതുപോലെ എത്രയെത്രയോ പീഡനങ്ങൾ, എത്രയെത്രയോ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മളുടെ മുന്നിൽ നിരന്തരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കലുകൾ. കൊച്ചു കേരളത്തിൽ തന്നെ നമുക്കറിയും, ഇമെയിൽ ഒരു ചെറുപ്പക്കാരൻ അവന്റെ പ്രേമനൈരാശ്യം കാരണമായിട്ട് തന്റെ കാമുകിയുടെ പേരുപയോഗിച്ച് ഒരു ഇമെയിൽ സന്ദേശം അയച്ചതിന്റെ പേരിൽ, ആ ഇമെയിൽ സന്ദേശത്തിന്റെ പേരിൽ എത്ര ദിവസമാ മുസ്ലിം ചെറുപ്പക്കാരാണ് അതിന്റെ പിന്നിൽ, മുസ്ലിം തീവ്രവാദ സംഘടനകളാണ് അതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ആ ഇമെയിൽ സന്ദേശത്തിന്റെ പേരിൽ 3 ദിവസം കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോയമ്പത്തൂർ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തിനായിരുന്നെന്നറിയോ? ഈ പേരുകാരൻ എപ്പോഴെങ്കിലും അബ്ദുൽ നാസർ മഅദനി ഇങ്ങനെ പേരുള്ള ഏതെങ്കിലും ഒരാൾ വന്ന് കണ്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്നെ സന്ദർശിച്ച സന്ദർശകരുടെ മൊത്തം ലിസ്റ്റ് 3 ദിവസം തുടർച്ചയായിരുന്നു പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരാൾ സന്ദർശിച്ചിട്ടില്ല എന്ന് വന്നപ്പോൾ അവിടെ നിന്ന് പിന്നീട് തിരിച്ചുപോയത്. ചുരുക്കി പറഞ്ഞാൽ, തീവ്രവാദം, ലെറ്റർ ബോംബ് പിടിച്ചപ്പോൾ
ലെറ്റർ ബോംബ് പിടിച്ചപ്പോൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു മുസ്ലിം തീവ്രവാദികളാണെന്ന്. ഒട്ടുമിക്ക പത്രങ്ങളും ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്ക നിരത്തി മുസ്ലിം തീവ്രവാദികളാണ് ലെറ്റർ ബോംബിന്റെ പിന്നിലെന്ന്. അവസാനം എല്ലാ തീവ്രവാദം എവിടുണ്ടോ, മന്ത്രവാദം എവിടുണ്ടോ, ഇത് രണ്ടും മുസ്ലിങ്ങളുടെ പേരിൽ കെട്ടിവെക്കുക എന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കുക, മുസ്ലിങ്ങളെ ആക്ഷേപിക്കുക, മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുക, മുസ്ലിങ്ങളുടെ മാനം കെടുത്തുക. അവസാനം ഇത് മുസ്ലിമല്ല, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനല്ല ഈ ലെറ്റർ ബോംബ് അയച്ചത് എന്ന് വ്യക്തമാക്കപ്പെട്ടപ്പോൾ ഒന്ന് മാപ്പ് ചോദിക്കുന്നത് പോയിട്ട് ഒരു ചെറിയ കുറ്റബോധമെങ്കിലും വാർത്തകളിൽ നിറയുന്നത് നമ്മൾ കണ്ടില്ല. ചുരുക്കത്തിൽ ഏത് നിമിഷവും തീവ്രവാദികളാക്കപ്പെടാവുന്ന, ഏത് നിമിഷവും പാകിസ്ഥാൻ ചാരന്മാരായി ചിത്രീകരിക്കപ്പെടാവുന്ന ഒരവസ്ഥയിൽ മുസ്ലിം യുവത്വം ഭീതിയുടെ നടുവിലാണുള്ളത്, സംശയത്തിന്റെ മുൾമുലയിലാണുള്ളത്. ഇങ്ങനെ